Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു MA പ്രോഗ്രാമാണ്. MA ഇൻ മൈഗ്രേഷൻ ആൻഡ് ഡിയാസ്പൊറ. അപ്പോൾ ഇതിൻ്റെ കോഡ് വരുന്നത് MAMIDI എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കോഴ്സിൻ്റെ കോഡ്, പ്രോഗ്രാമിൻ്റെ കോഡ് എന്ന് പറയുന്നത് MAMIDI എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ 2 വർഷം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മിനിമം, മാക്സിമം നമുക്ക് 4 വർഷമാണ് ഉള്ളത്. മീഡിയം ഇംഗ്ലീഷിൽ മാത്രമേ ഇത് പഠിക്കാനും എക്സാം എഴുതാനും സാധിക്കുള്ളൂ. സ്പെഷ്യലൈസേഷൻ മൈഗ്രേഷൻ ആൻഡ് ഡിയാസ്പൊറ എന്ന് മാത്രമായിരിക്കും. എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി മതി. ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 7000 രൂപയാണ്. പ്ലസ് രജിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ കൂടുതലുണ്ടായിരിക്കും. അത് 700 രൂപയാണ്. 7700 രൂപ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ 7000 രൂപ, അങ്ങനെയാണ് അത് വരിക. ഇനി നിങ്ങൾക്ക് ഫീ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15% വീണ്ടും ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താ പറയുന്നത് നോക്കാം. ഇത് എന്താണ്, നോളജ് എവിടെ മൈഗ്രേഷനിലും, അതായത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് നമുക്ക് ഇത്രയും പ്രൊഫഷണൽ ഫീൽഡിൽ ജോലി എടുക്കുന്നവർക്കും അത്തരം ജോലിയിലേക്ക് പോകുവാൻ ആഗ്രഹമുള്ളവർക്കും ഈ ഒരു കോഴ്സ് സാധിക്കും. നോക്കാം, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നമുക്കിതിൽ ചാൻസ് ഉണ്ട്. ഫോറിൻ ട്രേഡിൽ, UN ഓർഗനൈസേഷൻസിലൊക്കെ ഇതിൽ ചാൻസ്. ഡിപ്ലോമാറ്റിക് മിഷൻസ് ആൻഡ് എക്സ്റ്റേണൽ മിനിസ്ട്രീസിൽ, മൈഗ്രൻ്റ് ആൻഡ് ഡയസ്പൊറ ഓർഗനൈസേഷൻസിൽ, റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിൽ, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ, മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ലീഗൽ ജോബ്സ്, പോളിസി അനലിസ്റ്റ്, പ്രൊജക്ട് പ്രോഗ്രാം കോർഡിനേറ്റർ, ടീച്ചിങ് ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റി, പ്രൊഫഷണൽ ഡീലിംഗ് വിത്ത് സെൻസിറ്റീവ് ഇഷ്യൂസ് സച്ച് ആസ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് തുടങ്ങിയ പ്രോഗ്രാംസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങിയ വിഭാഗങ്ങളിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജോലി സാധ്യത ഈ ഒരു കോഴ്സിനെ കൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇഗ്നോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്, ഇത് ടോട്ടൽ 80 ക്രെഡിറ്റിൻ്റെ കോഴ്സാണ്. ഓരോ സെമസ്റ്ററിലും 20 ക്രെഡിറ്റ് വെച്ച് ടോട്ടൽ 4 സെമസ്റ്ററിൽ 80 ക്രെഡിറ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ക്രെഡിറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ MDI 001 മുതൽ MDI 005 വരെയുള്ള സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഇത് കോഴ്സ് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് ഗൂഗിളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ലഭിക്കുന്നതാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. സെക്കൻഡ് സെമസ്റ്ററിലോട്ട് ഇതൊരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ്, അതുകൊണ്ടാണ് സെമസ്റ്റർ എന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും നോക്കാം. ഓക്കെ, ഫീ എല്ലാം ഇയറിലാണ്, റീ രജിസ്ട്രേഷനും ഇയറിലാണ്. പക്ഷേ നിങ്ങൾക്ക് എന്താണ്, കോഴ്സ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സെമസ്റ്റർ വൈസ് പ്രോഗ്രാമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും എക്സാം എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തേർഡ് സെമസ്റ്ററിൽ വരുമ്പോൾ MSO 002, MDI, MPSC, അപ്പോൾ കാനഡ പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന പേപ്പറൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്ന ഫോർത്ത് സെമസ്റ്ററിൽ, അവസാന സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇതാ നോക്കൂ, ഒരു പ്രൊജക്റ്റ് വർക്ക് ഇതിലുണ്ട് കേട്ടോ. ഒരു MDIP 001 എന്ന് പറയുന്ന പ്രൊജക്റ്റ് വർക്ക് ഉണ്ട്, 8 ക്രെഡിറ്റിൻ്റെ. അതുകൂടി ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 80 ക്രെഡിറ്റിൻ്റെ ഈ ഒരു PG പ്രോഗ്രാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എക്സിറ്റ് ഓപ്ഷൻ, ദ പ്രോഗ്രാം വിൽ ബി ഓഫേർഡ് വിത്ത് മോഡുലർ അപ്രോച്ച്. The learner after completing first year course of the study will be eligible to receive postgraduate diploma in migration. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി പഠിക്കുന്നില്ല, ഫസ്റ്റ് ഇയർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PG ഡിപ്ലോമ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കൂടെയാണ് PGD-MIDI എന്ന് പറയുന്നത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മൈഗ്രേഷൻ ആൻഡ് ഡിയാസ്പൊറ. ഇതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് 2 വർഷം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് PG ഈ ഒരു വിഷയത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
കൂടുതൽ കോഴ്സിനെ കുറിച്ച് അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ വാട്സപ്പ് ചാനൽ ഇതിന്റെ ലിങ്ക് കൂടെ നൽകിയിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്തോളൂ. കൂടുതൽ കോഴ്സിനെ കുറിച്ചും മറ്റുള്ള യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സും നമ്മൾ അതിൽ അറിയിക്കുന്നതാണ്. താങ്ക്